ദൈവനാമം മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ ഇതുവരെ ക്രിസ്ത്യാനികൾക്കും മറ്റുള്ള ആൾക്കാർക്കും ഒരു അറിവില്ലാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ വീഡിയോ കാണുമ്പോൾ ഇച്ചിരി തർക്കങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ആദ്യം മുതൽ അവസാനം വരെ കാണുക. അപ്പോഴേ അത് പറയുന്നത് എന്താണെന്നുള്ളത് മുഴുവനും മനസ്സിലാകത്തുള്ളൂ. ഇനി ഞാൻ ആ വിഷയത്തിലോട്ട് വരാം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ 4 കൈയും ഒറ്റ കണ്ണും ഉള്ള ഒരു വ്യക്തിയെക്കുറിച്ചാണ്. അത് നിങ്ങൾക്കതൊരു പുതിയ അറിവായിരിക്കും. അതായത് 4 കൈ ഒറ്റ കണ്ണ്. ഇത് യഹൂദന്മാരുടെ ഇടയിൽ ഈ ഒരു രൂപം ഉണ്ട്. പാരമ്പര്യമായിട്ടുള്ള യഹൂദന്മാരുടെ വീടുകളിൽ അതിന് തനി മുറിയാണ്. ആ മുറിയിലൊന്നും മറ്റുള്ളവരെ കയറ്റത്തില്ല. പൊതുവെ യഹൂദന്മാരുടെ ഒരു ആചാരങ്ങളും പുറമേ ഉള്ളവർക്ക് കാണാൻ പറ്റത്തില്ല. അങ്ങനെയാണ് അവരുടെ രീതി. അപ്പം ഇവിടെ പാരമ്പര്യമായിട്ടുള്ള യഹൂദന്മാരുടെ വീടുകളിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. തടി കൊണ്ട് കൊത്തി ഉണ്ടാക്കിയ ഒരു രൂപമുണ്ട്. ചിലയിടങ്ങളിൽ ഫോട്ടോ ആയിരിക്കും. അപ്പം ഇവിടെ ഈ 4 കൈ ഒരു കണ്ണ്. 4 കൈ എന്ന് പറഞ്ഞാൽ 2 സൈഡില്ല. അതായത് ഒരു സൈഡ് മാത്രം 4 കൈയാണ്. ഇപ്പുറത്തെ സൈഡിൽ കൈയൊന്നുമില്ല. ഒറ്റ സൈഡിൽ 4 കൈ, നെറ്റിയിൽ ഒറ്റ കണ്ണാണ്. ഈ ഒറ്റ കണ്ണേ ഉള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ സാത്താനാണ്. ഈ സാത്താൻ എന്ന് പറയുന്ന ഈ വ്യക്തിയെ പാരമ്പര്യമായിട്ടുള്ള യഹൂദന്മാർ അന്നും ഇന്നും അവരുടെ വീടുകളിൽ ഇതിനെ ആരാധിക്കുന്നുണ്ട്. ഇത് പുറമേ ഉള്ളവർക്കൊന്നും അങ്ങനെ വലിയ അറിവില്ല. ഇസ്രയേൽ നാട്ടിൽ യഹൂദന്മാർ അവരുടെ വീട്ടിൽ ചെയ്യുന്ന ഒരു രീതിയാണ്. ഇത് ഞാൻ പോയി കണ്ടിട്ടുണ്ട്. എൻ്റെ അപ്പൻ കർത്താവായ യേശു എന്നെ കൊണ്ടുപോയി ഇത് കാണിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ ഇസ്രയേലിൽ ഒരു ജോലിക്ക് പോകുന്നവരുണ്ടല്ലോ, ഇസ്രയേൽ നാട്ടിൽ യഹൂദന്മാരുടെ വീടുകൾ. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ പാരമ്പര്യമായിട്ടുള്ള യഹൂദന്മാരുടെ വീട്ടിൽ ഈ ജോലിക്ക് പോയെന്ന് പറഞ്ഞാലും ചില ഇടങ്ങളിൽ ഇവരെ കാണിക്കാറില്ല. അങ്ങനെ ഒരു സഹോദരി ഒരു ദിവസം എന്നെ വർഷങ്ങൾക്ക് മുന്നെയാണ്, അപ്പം ഇത് ഓൾറെഡി ദൈവം എനിക്ക് ഇതെല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നീട് ഒരു പ്രാവശ്യം ഇസ്രയേലിൽ ജോലിക്ക് പോയ ഒരു സഹോദരി എന്നെ വിളിച്ചായിരുന്നു. ഒരു പ്രാർത്ഥനാ വിഷയമായിട്ട് എന്നെ വിളിച്ചായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അപ്പോഴും ഈ രൂപം എൻ്റെ മുന്നിലുണ്ട്. അപ്പം ഞാനത് അവരോട് ചോദിച്ചു, ഇങ്ങനെ അവിടെ യഹൂദന്മാരുടെ നിങ്ങളായിരിക്കുന്ന ആ വീട്ടിൽ അത് ഉണ്ടോ? 4 കൈയും ഒരു കണ്ണും ഉള്ള ഒരു രൂപം അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു. അപ്പോൾ ഇത് അവിടെ ഉള്ളവർക്ക് അറിയാം. അപ്പോൾ ഈ 4 കൈയും ഒരു കണ്ണും ഉള്ള വ്യക്തിയാണ് പണ്ട് മുതൽ യഹൂദന്മാർ സേവിച്ചു പോകുന്നത്. ഇതിനാണ് ഈ ബലികളൊക്കെ കൊടുത്തത്. അതായത് ഞാൻ നേരത്തെ തന്ന വീഡിയോയിലൊക്കെ ബലികൾ എൻ്റെ അപ്പൻ ചോദിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനുള്ള എല്ലാ തെളിവുകളും നിങ്ങൾക്ക് തന്നു. അപ്പം ഇവർ ഈ ബലികൾ കൊടുത്തത് മുഴുവനും ഇതിനാണ്, അല്ലാതെ യഹോവയ്ക്കല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ഒറിജിനൽ യഹൂദന്മാർ യഹോവ എന്ന നാമം വിളിക്കത്തില്ല, വേറെ പല പേരുകളിലാണ് വിളിച്ചത്. അപ്പം അങ്ങനെ ഇവരുടെ പാരമ്പര്യം മുതലേ അന്നും ഇന്നും യഹൂദന്മാരുടെ ഇടയിൽ പാരമ്പര്യമായിട്ടുള്ള വീടുകളിൽ ഈ പറയുന്ന 4 കൈയും ഒരു കണ്ണുമുള്ള രൂപമുണ്ട്. ഇത് സാത്താൻ സേവയാണ്. സാത്താനെ സേവിച്ചാൽ ലോകത്തിൽ നമ്പർ 1 ആക്കി നിർത്തും. ഇതിനൊരു ഉദാഹരണം തന്നെ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. കേരളത്തിൽ ഈ യാക്കോബ കുടുംബങ്ങളൊക്കെ കടമറ്റത്ത് ഒരു സേവയുണ്ടായിരുന്നു. ഇപ്പം ചില വീടുകളിലേ ഉള്ളൂ. പണ്ട് പിതാക്കന്മാരുടെയൊക്കെ കാലഘട്ടങ്ങളിൽ ഈ കടമറ്റത്ത് സേവ
അത് അവരുടെ പാരമ്പര്യ വീടുകളിൽ ഒരു മുറി ഇതിനെന്നും പറഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ മുറിക്കകത്തൊന്നും ആരെയും കയറ്റത്തില്ല. ആ കാരണവരാണ് എന്ത് ചെയ്യും, വലിയ വാഴ ഇലയൊക്കെ വിരിച്ച് ചോറ് അതിൽ പടപ്പ് വിരിച്ച് ആ ചോറിൻ്റെ പുറത്ത് കോഴി അറുത്ത് രക്തമൊക്കെ കൊടുത്ത് കള്ള് കഞ്ചാവ് ഇങ്ങനെയുള്ള ഇതൊക്കെ വെച്ച് ഈ സാത്താനെ തൃപ്തിപ്പെടുത്തുന്ന മന്ത്രങ്ങളൊക്കെ പറഞ്ഞ് അതിനെ തൃപ്തിപ്പെടുത്തുമായിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു, ഈ നമ്മുടെ എറണാകുളം ജില്ലയിൽ അന്നൊക്കെ യാക്കോബ കുടുംബം എന്ന് പറഞ്ഞാൽ ഭയങ്കര കോടീശ്വരന്മാരായിട്ടൊക്കെ ജീവിച്ചവരാണ്, പേരും പ്രതാപമായിട്ടൊക്കെ ജീവിച്ചവരാണ്. അത് ഒരുമാതിരിപ്പെട്ടവർക്ക് ഇപ്പോഴും അറിയാം. കടമറ്റത്ത് സേവ ഇപ്പോഴും കത്തോലിക്കർ വരെ കടമറ്റത്ത് പോയി കോഴി വെട്ടാൻ പോകുന്നുണ്ട്. അപ്പം ഇതാണ് ഈ കടമറ്റത്ത് സേവ എന്ന് പറയുന്നതും സാത്താൻ സേവയാണ്. അത് യേശുവായിട്ട് യാതൊരു ബന്ധമില്ല, അത് സാത്താൻ സേവയാണ്. അങ്ങനെ ഈ യഹൂദന്മാരുടെ ഇടയിലും ഈ ഇങ്ങനെ 4 കൈയും ഒറ്റ കണ്ണും ഉള്ളവനെയാണ് അവർ സേവിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് ഇന്ന് എല്ലാ ഈ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്നവർ അറിയേണ്ട ഒരു കാര്യം, ഇന്നിപ്പോൾ യുദ്ധം നടക്കുകയാണ്. ഇസ്രയേലിന് ഭയങ്കര അവർ വലിയ സംഭവമാണ്, ദൈവത്തിൻ്റെ സംരക്ഷണം അവർക്കുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞാൽ ഇസ്രയേൽ എന്ന് ഉദ്ദേശിക്കുന്നത് യഹൂദന്മാരെയാണ്. അതായത് ഈ ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, യാക്കോബ് എന്ന് പറയുന്ന വ്യക്തിക്ക് ദൈവം കൊടുത്ത ഒരു പട്ടമാണ് ഇസ്രയേൽ, അല്ലാതെ ആ നാടിൻ്റെ പേരല്ല. ആ യാക്കോബിൻ്റെ പേരാണ് ഇസ്രയേൽ. അദ്ദേഹത്തിൻ്റെ പേര് യാക്കോബ് എന്നായിരുന്നു. ദൈവം ഇസ്രയേൽ എന്ന ഒരു പട്ടം കൊടുത്തു. പിന്നീട് അറിയുന്ന ഇസ്രയേൽ ജനം എന്നാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞു വരുന്നത് യഹൂദന്മാരെ കുറിച്ചാണ്. അവിടെ പാരമ്പര്യമായിട്ടുള്ള യഹൂദന്മാരുടെ ഇടയിൽ ഈ ഒരു സാത്താൻ സേവ ഉണ്ട്, ഇന്നും അവർ ചെയ്യുന്നുണ്ട്. അത് പുറമേ ഉള്ളവർക്ക് ആർക്കും അവരുടെ വീട്ടിൽ പോലും അവർ കയറ്റത്തില്ല. അവരുടെ കല്യാണങ്ങൾ പോലും, ഇപ്പം നടക്കുന്ന കല്യാണങ്ങൾ പോലും ഇന്നും അന്നും ഒക്കെ കല്യാണം പോലും പുറമേ ഉള്ളവർക്ക് ആർക്കും അനുവാദം ഇല്ല. അങ്ങനത്തെ ഒരു രീതിയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ ഒറ്റക്കണ്ണൻ, അതായത് സാത്താനെ സേവിച്ചാൽ എല്ലാ അർത്ഥത്തിലും നമ്പർ 1 ആക്കി നിർത്തും. അതിനുള്ള ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇന്ന് ഈ വീഡിയോ ചിലപ്പോൾ അമേരിക്കയിലൊക്കെ ഉള്ളവർ കാണുന്നുണ്ടായിരിക്കാം. അമേരിക്കയിലെ ഡോളർ, ആ ഡോളർ നിങ്ങൾ ഒരെണ്ണം എടുത്തിട്ട് ആ ഡോളറിൽ സൂക്ഷിച്ച് നോക്കുക, അതിൽ ഒറ്റ കണ്ണുണ്ട്. അമേരിക്കൻ ഡോളറിൻ്റെ സിമ്പൽ തന്നെ ആ ഒറ്റ കണ്ണാണ്. ആ ഒറ്റ കണ്ണുള്ള സാത്താനാണ് ഇന്ന് ഈ ഭൂമിയെ മുഴുവനും ആധിപത്യം ചെലുത്തുന്നത്. കാരണം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഇന്ന് ഈ ഡോളറിനേക്കാളും മൂല്യമുള്ള രൂപയാണ് കുവൈറ്റിലുള്ള ദിനാർ. പക്ഷെ അതിന് പോലും വലിയ വാല്യൂ ഇല്ല. അതിനേക്കാളും മൂല്യം കുറഞ്ഞ രൂപയാണ് ഡോളർ. ആ ഡോളർ വെച്ചിട്ടാണ് ഇന്ന് ലോകത്തിൽ എല്ലാ കാര്യങ്ങളുടെയും വില നിർണ്ണയിക്കുന്നത്. അത് ഈ പറഞ്ഞ ക്രൂഡ് ഓയിലിൻ്റെ പോലും സ്വർണത്തിൻ്റെ പോലും എല്ലാം ഈ ഭൂമിയിലുള്ള സകലതിൻ്റെയും വില നിശ്ചയിക്കുന്നത് ഈ പറയുന്ന ഈ സാത്താൻ്റെ കണ്ണുള്ള ഡോളർ വെച്ചിട്ടാണ്. ഇവിടെ ഈ അമേരിക്ക എന്ന് ഈ ഡോളറിൽ ഈ സാത്താൻ്റെ ഒറ്റ കണ്ണ് പതിച്ചോ അന്നു മുതൽ അമേരിക്ക ലോകരാജ്യങ്ങളിൽ ഉന്നത സ്ഥാനത്ത് നിൽക്കുകയാണ്. പക്ഷേ ഇവരുടെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ, അമേരിക്കയുടെ മെയിൻ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താ, ആയുധങ്ങൾ നിർമ്മിച്ച് വിൽക്കുക എന്നുള്ളതാണ്. അതുതന്നെയാണ് പിശാചിൻ്റെ തന്ത്രവും. പിശാചിൻ്റെ തന്ത്രവും രക്തം കാണണം. അപ്പോൾ ഇന്ന് ഓരോ നാടുകളിൽ യുദ്ധം ഉണ്ടാക്കി ഇവരുടെ ആയുധം സപ്ലൈ ചെയ്യുക. അപ്പോൾ മനുഷ്യനെ കൊല്ലുന്ന ഒരു പ്രവൃത്തിയാണ് ഈ പറയുന്ന ഒറ്റക്കണ്ണൻ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ അതുപോലെ തന്നെ ഈ സാത്താനെ സേവിച്ചാൽ ലോകത്തിൽ നമ്പർ 1 ആക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിലൊരു ഉദാഹരണം കൂടെ തരാം. ലോകം അറിയപ്പെടുന്ന ഒരു ഡാൻസുകാരനുണ്ടായിരുന്നു, മരിച്ചുപോയി, മൈക്കിൾ ജാക്സൺ. ഈ മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന വ്യക്തി നീഗുരയാണ്. പുള്ളിയുടെ ശരീരം മൊത്തം പ്ലാസ്റ്റിക് സർജറിയാണ്. ഓരോ പ്രോഗ്രാം കഴിയുമ്പോഴും പുള്ളി അതിലൊക്കെ പോയി ആ പ്ലാസ്റ്റിക് സർജറി ചെയ്തതൊക്കെ ലൂസാവും, ടൈറ്റ് ചെയ്യണം. ഇത് മൈക്കിൾ ജാക്സനെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം. ഈ മൈക്കിൾ ജാക്സൺ മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് 3 ഭാര്യമാരുണ്ടായിരുന്നു. അപ്പോൾ ഈ മൈക്കിൾ ജാക്സൺ മരിച്ചതിന് ശേഷം 2ാമത്തെ ഭാര്യ പറഞ്ഞ കാര്യം ഈ ലോകം തന്നെ ഞെട്ടി. അതായത് സാധാരണ ഒരു ഡാൻസുകാരനായിരുന്നു മൈക്കിൾ ജാക്സൺ. സാത്താൻ ഇദ്ദേഹവുമായിട്ട് ഉടമ്പടി ചെയ്തു. മൈക്കിൾ ജാക്സനോട് പറഞ്ഞു, നീ എന്നെ സേവിച്ചാൽ ലോകത്തിൽ നമ്പർ 1 ഞാൻ നിന്നെ ആക്കാം.
എന്നും പറഞ്ഞ് അങ്ങനെ ഈ മൈക്കിൾ ജാക്സൺ ഈ ഒറ്റക്കണ്ണുള്ള സാത്താനുമായിട്ട് ഉടമ്പടി ചെയ്ത് പിന്നീട് അവൻ ലോക അറിയപ്പെടുന്ന ആളായിട്ട് മാറി. ഇന്നും മൈക്കിൾ ജാക്സന്റെ ചില സ്റ്റെപ്പുകൾ വേറൊരു മനുഷ്യർക്ക് ഇടാൻ പറ്റത്തില്ല. കാരണം അത് ആ രണ്ടാമത്തെ ഭാര്യ തന്നെ പറഞ്ഞതാണ്, ചില സ്റ്റെപ്പുകൾ ഈ സാത്താൻ മൈക്കിൾ ജാക്സനെ പഠിപ്പിച്ചു എന്നാണ്. അപ്പം ഇങ്ങനെ ലോകത്തിൽ ഇന്ന് നമ്പർ 1 ആയിട്ട് നിൽക്കുന്നവരെല്ലാം നമ്മൾ നോക്കിയാൽ ഈ സാത്താൻ സേവയായിട്ട് ബന്ധമുണ്ട്. അതുപോലെ തന്നെ ഇലുമിനാറ്റി എന്ന് പറയും. ഇലുമിനാറ്റി എന്ന് പറഞ്ഞാൽ 13 കുടുംബം ചേരുന്നതാണ്. അതിൽ ലോകത്തെ ടോപ്പായിട്ട് നിൽക്കുന്ന ബിൽഗേറ്റ്സ്, ആ ബിൽഗേറ്റ്സ് വരെ ഈ സാത്താൻ സേവയിൽ അംഗമാണ്. അപ്പോൾ ഇത് നിങ്ങൾ അറിയണം. ഇന്നിപ്പോൾ ഈ ഇസ്രയേല് ഇറാനെ ആക്രമിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ഇസ്രയേൽ പറയുന്നത് എന്താ? അവർ ആണവ ആയുധങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. അത് കള്ളത്തരമാണ്. ഇറാനിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. പക്ഷേ പുറത്തു പോലും വിടാതെ ഇസ്രയേലിൻ്റെ പക്കൽ അണുവായുധങ്ങൾ ഉണ്ട്. ഇത് രേഖകൾ തന്നെയുണ്ട്. ഇതൊക്കെ ഞാൻ കണ്ടതാണ്. അപ്പോൾ ഇസ്രയേലിൻ്റെ പക്കൽ അണുവായുധങ്ങൾ ഉണ്ട്. പക്ഷേ ആയുധമൊന്നും, ഈ അണുവായുധങ്ങൾ ഒന്നും ഇല്ലാത്ത ഒരു രാജ്യമാണ് ഈ പറയുന്ന ഇറാൻ. ആ ഇറാനെ ഇവർ ആക്രമിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇത് അമേരിക്കയിൽ നിന്നുള്ള ഒരു നിർദ്ദേശമാണ്. ഈ പറയുന്നല്ലോ, അമേരിക്കയല്ല, ഈ ലോകത്തെ തന്നെ കൺട്രോളിൽ വെക്കുന്നതാണ് ഈ ഒറ്റക്കണ്ണ്. അതാണ് അവരുടെ ആ ഡോളറിലുള്ള കണ്ണ്. ഇതുപോലെ തന്നെ ഇതിനു മുന്നേ ഉണ്ടായിരുന്ന ഇറാഖിലുണ്ടായിരുന്ന സദാം ഹുസൈൻ, ആ സദാം ഹുസൈനെ അവിടെ ഇതുപോലെ ആണവ ആയുധങ്ങൾ ഉണ്ടെന്നും പറഞ്ഞാണ് അമേരിക്ക അവിടെ കയറിയത്. അവനെ കൊന്നു. പക്ഷേ അവിടെ ഒരു അണുവായുധവും കണ്ടെത്തിയില്ല. അതിന് കാരണം ഇന്ന് ലോകം അറിയപ്പെടുന്ന എന്താ? സദാം ഹുസൈൻ അണുവായുധം വെച്ചിരുന്നു, അതുകൊണ്ട് അവിടെ ചെന്ന് അവനെ കൊന്നു. പക്ഷെ അതല്ല അതിൻ്റെ മർമ്മം. അതിൻ്റെ രഹസ്യം ഇതാണ്. ഈ പറയുന്ന പോലെ സദാം ഹുസൈൻ അവൻ്റെ നാട്ടിലുള്ള ആ രൂപയിൽ ഈ ഒറ്റക്കണ്ണ് പതിപ്പിക്കാൻ ആരംഭിച്ചു. ആ ഒറ്റക്കണ്ണ് അവരുടെ നാട്ടിൽ ഇറങ്ങുന്ന ആ പ്രിന്റ് ചെയ്യുന്ന ആ രൂപയിൽ അവൻ അച്ചടിക്കാൻ ആരംഭിക്കുന്നു എന്ന് ഈ പറയുന്ന അമേരിക്കയ്ക്ക്, ഈ പറയുന്ന അവർക്ക് ചാരസംഘടനയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ അമേരിക്കയ്ക്ക് അറിഞ്ഞ്, അപ്പം ആ അമേരിക്ക ഇനി ഇവനെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഇതിങ്ങനെ ഓപ്പണായിട്ട് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് വേറെ രീതിയിൽ ആ ഇറാഖിൽ കയറി ആ വ്യക്തി 25 വർഷമായിട്ട് ആ നാടിൻ്റെ അധിപനായിട്ടിരുന്ന വ്യക്തിയാണ് സദാം ഹുസൈൻ. അദ്ദേഹത്തെ പിടിച്ചു കൊന്നു. അപ്പോൾ ആരെല്ലാം ഈ ഡോളറിലുള്ള ഒറ്റക്കണ്ണ് അവർ എടുക്കാൻ നോക്കുന്നോ അവരെ അമേരിക്ക വെച്ചുകൊണ്ടിരിക്കത്തില്ല. എന്ന് പറഞ്ഞ പോലെ ഇപ്പം തന്നെ ഈ പറയുന്ന പോലെ ഈ ഇസ്രയേൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇറാനിൽ ഇങ്ങനെ ഒരു സംഭവമേ അണുവായുധങ്ങൾ ഇല്ല. ഇന്ന് ഇത് ഞാൻ പറയുന്ന വാക്കല്ല. ഈ ലോകരാഷ്ട്രത്തിൽ ഈ പറയുന്ന പോലെ ഈ അണുവായുധത്തെക്കുറിച്ചൊക്കെ റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ എവിടെ ഇതെല്ലാം ഉണ്ടെന്നുള്ള റിപ്പോർട്ട് കൊടുക്കുന്ന ഒരു സംഘമുണ്ട്. അവർ തന്നെ പറയുന്നത് അങ്ങനെ ഇറാനിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. അവരതിന് ഈ അണുവായുധങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ഒന്നും ആരംഭിച്ചിട്ടുമില്ല. എന്തിനീ പറയുന്നത്? അമേരിക്കയുടെ ഏജൻസി തന്നെ പറയുന്നത് അങ്ങനെയാണ്, അവിടെ ഇല്ല. പക്ഷെ ഇതെല്ലാം മറച്ചു വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ അമേരിക്കയിൽ ഇപ്പോൾ ഇരിക്കുന്ന പ്രസിഡന്റ് ഇതെല്ലാം ഈ സാത്താൻ്റെ ആളാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ലോകം മൊത്തം, ഈ ഭൂമി മുഴുവനും ഈ ഒറ്റക്കണ്ണൻ്റെ ആധിപത്യത്തിലാണ് കിടക്കുന്നത്. അങ്ങനെ ഈ അമേരിക്ക ഇസ്രയേലിനെ ഇളക്കി വിട്ടാണ് ഇത് ചെയ്യുന്നത്. ശരിക്കും അവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇപ്പം നോക്കിക്കോളണം, ഈ ഇസ്രയേൽ വലിയ സംഭവമാണെന്നൊക്കെ പറയുന്നല്ലോ. ഇപ്പം ഈ ക്രിസ്ത്യാനികളായിട്ടുള്ളവരും ഇവരൊക്കെ ഇസ്രയേലിലുള്ള യഹൂദന്മാർ വലിയ സംഭവമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഒന്നുമല്ല. അതിന് കാരണം ഞാൻ പറയാം. ഈ ഇറാനിൽ ഇവർ പല മിസൈലുകൾ വിട്ടു.
പക്ഷേ അവർ ഈ ആണവ റിയാക്ടർ എന്ന് പറഞ്ഞാൽ അവർ കറണ്ട് എടുക്കാനും മറ്റുള്ള ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന ആണവ റിയാക്ടറാണ്. അത് അവിടെ 1989 മുതൽ ഉണ്ട്. അത് ഈ പറയുന്ന ഇസ്രായേൽ ഈ യഹൂദന്മാർ വിചാരിച്ചാൽ ഒന്നും തകർക്കാൻ പറ്റത്തില്ല. അതിന് കാരണം നമ്മുടെ ഈ മണ്ണിൻ്റെ മേളിലല്ല അവരുടെ ആണവ റിയാക്ടർ ഉള്ളത്. അതായത് ഭൂമിക്കടിയിൽ 100 മീറ്റർ 90 മീറ്ററിൽ അധികം താഴ്ചയിലാണ് ഇവരിത് സ്ഥാപിച്ചിരിക്കുന്നത്. എൻ്റെ മേളിൽ മൊത്തം മരുഭൂമിയാണ്. അപ്പോൾ 100 മീറ്റർ എന്ന് പറയുമ്പോൾ എത്ര? 1 മീറ്റർ 3.25 അടിയാണ്. അപ്പോൾ എത്ര അടിയായി? അപ്പോൾ ഇത്രയും അടി താഴെയാണ് ഇവരുടെ ഈ ആണവ റിയാക്ടർ ഉള്ളത്. അവരതിൽ നിന്ന് കറണ്ടുകൾ ഉൽപ്പാദിപ്പിക്കുന്നു, അവരുടെ ആവശ്യത്തിനൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഈ യഹൂദന്മാർ വിട്ട ഒരു മിസൈലും അതിൻ്റെ വാതിൽ എവിടാന്ന് പോലും കണ്ടുപിടിച്ചിട്ടില്ല. തകർക്കാൻ പറ്റാത്ത അതിനുള്ള ശക്തിയുള്ള ആയുധമൊന്നും അവരുടെ പക്കൽ ഇല്ല. അതിനാണിപ്പോൾ അമേരിക്കയെ സപ്പോർട്ട് വിളിച്ചിട്ട് അമേരിക്കയുടെ പക്കൽ 3000 കിലോ ഭാരമുള്ള മിസൈലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അമേരിക്കയിൽ നിന്ന് ആയുധം വാങ്ങിച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. അത് മാത്രമല്ല, അമേരിക്കയുടെ തന്ത്രം, അതായത് പിശാചാണത്. പിശാചിൻ്റെ തന്ത്രം എന്താ? നേരിട്ട് ഇവരെ ആക്രമിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പാകിസ്ഥാൻ ഇന്ന് പാകിസ്ഥാൻ്റെ അവിടുത്തെ പ്രധാനമന്ത്രിയെ ഈ പറയുന്ന അമേരിക്കയിലുള്ള പ്രസിഡന്റ് വിളിച്ച് ഉച്ചയ്ക്ക് ലഞ്ചിനൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാകിസ്ഥാനിൽ വന്ന് അമേരിക്കയുടെ പ്ലെയിൻ ലാൻഡ് ചെയ്ത് അവിടെ നിന്ന് അങ്ങോട്ട് ആക്രമിക്കാനാണ് ഉദ്ദേശം. പക്ഷേ ഈ പാകിസ്ഥാൻകാർ ചെയ്യുന്നതും അങ്ങേയറ്റ ദ്രോഹമാണ്. കാരണം സ്വന്തം ചോരയെ ഒറ്റിക്കൊടുക്കുക എന്നുള്ളൊരു പ്രവൃത്തിയാണ്. ഈ അമേരിക്ക അങ്ങനെയാണ്. അമേരിക്ക എപ്പോഴും അവരവരുടെ ബലഹീനത അറിഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ നമ്മളൊരു കാര്യം, ഞാൻ ഇനി ഒരു കാര്യം പറയുന്നത് ശ്രദ്ധിക്കണം. ഈ ലോകത്തിൽ തീവ്രവാദം എന്ന് പറയുന്ന ഒരു സംഗതി തന്നെ അതിനൊരു പ്രോത്സാഹനം കൊടുത്തത് അമേരിക്കയാണ്. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. സോവിയറ്റ് യൂണിയനെ തകർക്കാൻ വേണ്ടി കൊണ്ടുവന്ന അമേരിക്ക തീറ്റിപ്പോറ്റി വളർത്തിയ വ്യക്തിയാണ് ബിൻ ലാഡൻ. ആ ബിൻ ലാഡനെ എല്ലാ തന്ത്രങ്ങളും പഠിപ്പിച്ചു. ആയുധങ്ങളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊക്കെ പഠിപ്പിച്ചത് അമേരിക്കയാണ്. അങ്ങനെ ആ ബിൻ ലാഡനെ വെച്ച് സോവിയറ്റ് യൂണിയൻ തകർത്തു. പക്ഷേ അത് ലാസ്റ്റ് അമേരിക്കയ്ക്ക് തന്നെ വിനയായിട്ട് മാറി. അമേരിക്കയിലെ രഹസ്യങ്ങളൊക്കെ അവൻ അറിയാവുന്നതുകൊണ്ടാണ് ബിൻ ലാഡൻ ആ 2 വലിയ കെട്ടിടം പ്ലെയിൻ കൊണ്ട് ഇടിച്ച് തകർത്തത്. പിന്നീട് അവനെയും കൊന്നു. അതുപോലെ തന്നെ ഇന്നിപ്പോൾ നമ്മുടെ ഒരു 2-3 മാസം മുന്നേ നടന്നല്ലോ ഇന്ത്യയിൽ കാശ്മീരിൽ 26 പേരെ കൊന്നത്. അതിന് നമ്മൾ തിരിച്ചടിച്ചു, പാകിസ്ഥാനിലേക്ക് തിരിച്ചടിച്ചു. അപ്പോൾ ആ പാകിസ്ഥാനിലെ തന്നെ ഒരു മന്ത്രി പറയുകയാണ്, ഞങ്ങൾ തീവ്രവാദം നടത്തിയിട്ടുണ്ട്, തീവ്രവാദികൾക്ക് ഞങ്ങൾ പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ട്. അത് ആര് പറഞ്ഞിട്ടാ? അമേരിക്ക പറഞ്ഞിട്ടാണ് ഞങ്ങളത് തീവ്രവാദികൾക്ക് എല്ലാ സഹായം ചെയ്തത്. അമേരിക്ക ഫണ്ട് കൊടുക്കുന്നു. അത് പാകിസ്ഥാനിലുള്ള മന്ത്രി തന്നെ പറഞ്ഞാണ്. അപ്പോൾ നോക്കിക്കോളാം, ഞാൻ ഈ പിശാചെന്ന് പറയാൻ കാരണം പിശാചിൻ്റെ തന്ത്രം രക്തമാണ്. അവന് രക്തബലി വേണം, മനുഷ്യരെ കൊല്ലണം. അതാണ് ഇന്ന് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം. ഈ അമേരിക്ക എന്ന് പറയുന്ന നാട് ഈ പറയുന്ന പോലെ പിശാചാണ്. ആ പിശാചിൻ്റെ അധികാരത്തിലുള്ള ആ ഡോളറാണ് ഈ ഒറ്റക്കണ്ണുള്ള ഡോളർ. അതാണ് ഇന്ന് ഈ ഭൂമിയെ തന്നെ ഭരിക്കുന്നത്. അപ്പോൾ ഇവിടെ പിശാചിന് എന്താ ആവശ്യം? ബലിയാണ്, രക്തം. അതാണ് യഹൂദന്മാരും പണ്ട് യഹോവ ചോദിച്ചെന്നും പറഞ്ഞ് പണ്ട് മുതൽ ഈ ബലികളൊക്കെ അർപ്പിച്ചത്. അത് ദൈവം ചോദിച്ചിട്ടില്ല. അത് ഈ പറയുന്ന പോലെ ഈ 4 കൈയും 1 കണ്ണുമുള്ള സാത്താനാണ് ചെയ്തത്. ഇപ്പം ഇത് നിങ്ങൾ നല്ലപോലെ കാണുക. അതുപോലെ തന്നെ ഞാൻ ഇത് എൻ്റെ വായിൽ നിന്ന് പറയുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ബൈബിളിൽ യേശു തന്നെ യഹൂദന്മാരെ മുഖത്ത് നോക്കി പറയുന്ന കാര്യമുണ്ട്. ഞാൻ ആ പറയുന്ന റെഫറൻസ് നിങ്ങൾ എഴുതിയെടുക്കണം. യോഹന്നാൻ്റെ സുവിശേഷം
8-ാം അധ്യായം അതിൻ്റെ 44-ാമത്തെ വാക്യം. ഒന്നുകൂടെ പറയാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 44-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ യേശു യഹൂദന്മാരോട് പറയാണ്, നിങ്ങളുടെ പിതാവ് അബ്രഹാം അല്ല. ഇവർ പറയുകയാണ് യേശുവിൻ്റെ മുഖത്ത്, ഞങ്ങളുടെ പിതാവ് അബ്രഹാമാ. യേശു പറയാണ്, അല്ല, നിങ്ങളുടെ പിതാവ് അബ്രഹാം ആയിരുന്നു എങ്കിൽ എന്നെ നിങ്ങൾ കൊല്ലാൻ നോക്കത്തില്ല. നിങ്ങളുടെ പിതാവ് പിശാചാണ്. യേശുവിൻ്റെ വാമൊഴിയാ. യേശു പറയുകയാണ്, നിങ്ങൾ പിശാച് എന്ന അപ്പൻ്റെ മക്കളാണ്, അവൻ ആദ്യം മുതലേ കൊലപാതകിയാണ് എന്ന് ക്ലിയർ ആയിട്ട് യേശു പറയുന്നുണ്ട്. യഹൂദന്മാരുടെ മുഖത്ത് നോക്കി പറയുകയാണ്. അപ്പോൾ ഈ യഹൂദന്മാർ സേവിച്ചു പോകുന്നതെല്ലാം ആരെയാണെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ഇവിടെ ഇതിൽ ഞാൻ ക്ലിയർ ആയിട്ട് തരാം. അടുത്ത വീഡിയോയിൽ ഈ പറയുന്ന പോലെ പിശാച് എവിടം മുതൽ എവിടം വരെ ആരംഭിച്ചു എന്നുള്ളതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഞാൻ തരാം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, യഹൂദന്മാർ ഈ ബലികളും ഇതൊക്കെ ചെയ്തത് യഹോവയ്ക്കല്ല, ഈ 4 കൈയും ഒറ്റ കണ്ണുമുള്ള പിശാചിനാണ്. അതാണ് ഇന്ന് അമേരിക്കൻ ഡോളറിലുള്ള ഒറ്റ കണ്ണ്. ഇന്ന് ഇത് പറയുമ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, ഈ നമ്മുടെ കേരളത്തിൽ തന്നെ മൂന്നാർ, എല്ലാവരും ടൂറിസ്റ്റ് പോകുന്ന സ്ഥലമാണ് മൂന്നാർ. അന്ന് ബ്രിട്ടീഷുകാർ ഈ മൂന്നാറിനെ ലണ്ടൻ സിറ്റി പോലെയായിരുന്നു വെച്ചിരുന്നത്. കേംബ്രിഡ്ജ് സിറ്റി പോലെ അത്രയ്ക്ക് ആഡംബരമായിട്ട് പണിത് വെച്ചിരുന്ന ഒരു ടൗൺ ആയിരുന്നു മൂന്നാർ. അപ്പോൾ ഈ 3-6 എന്ന് പറയുന്ന പേരെങ്ങനെ വന്നു? 3-6 666 സാത്താൻ്റെ സംഖ്യ എന്ന് പറയുന്നില്ലേ, ആ സംഖ്യയുടെ പേരിലാണ് ഇന്ന് ആ സ്ഥലം 3-6 എന്നറിയപ്പെടുന്നത്. അവിടെ സാത്താൻ സേവ നടത്താൻ വേണ്ടി ഒരു കോട്ട അമ്മ പണിത് വെച്ചിട്ടുണ്ട്. ഇന്നും അതവിടെ ഉണ്ട്, മൂന്നാറിലുണ്ട്. അതിന് പറയുന്ന തലവെട്ടി കോട്ടയെന്നാണ്. മൂന്നാറിലുണ്ട്. ഇപ്പോഴും വിദേശ രാജ്യങ്ങളിൽ നിന്ന് വലിയ ആൾക്കാർക്ക് ആര് വരുന്നു ആര് പോകുന്നു അറിയത്തില്ല. അവിടെ ഇപ്പോഴും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അന്ന് അവിടെ ആ 99 കാലഘട്ടങ്ങളിൽ മൂന്നാറിലെ ഒരു വലിയ സംഭരണി പൊട്ടി അവിടെ നിന്ന് വെള്ളം ഒലിച്ച്, അറിയാമല്ലോ, 35-40 ലക്ഷത്തിലധികം പേര് ചത്തുപോയി. പക്ഷേ അത്രയും വെള്ളപ്പൊക്കം വന്ന് ഈ 35-40 ലക്ഷം പേര് മരിച്ചപ്പോഴും ആ സിറ്റി തന്നെ, അതായത് ലണ്ടൻ സിറ്റി പോലെ പണിത് വെച്ചിരുന്ന എല്ലാം തകർന്നു. പക്ഷേ ഈ സാത്താനെ ഇവർ സേവിച്ചുകൊണ്ടിരുന്ന ആ തലവെട്ടി കോട്ടയെന്ന് പറയുന്ന ആ കെട്ടിടത്തിന് ഒരു കേടും പറ്റിയിട്ടില്ല. അതങ്ങനെയാണ്. കാരണം ഈ ഭൂമിയുടെ അധിപതി സാത്താനാണ്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്ത് ഞാൻ ഇതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിലും ബൈബിളിൽ നിന്ന് തന്നെ യേശു പറയുന്നല്ലോ, നിങ്ങളുടെ പിതാവ് സാത്താനാണ് എന്ന് യേശു തന്നെ ക്ലിയർ ആയിട്ട് യഹൂദന്മാരുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള റെഫറൻസുകളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ തരാം. ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ കാണണം, എന്നാലേ ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാകത്തുള്ളൂ. എല്ലാവരെയും ദൈവം സമൃദ്ധിയോടെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.